വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില്ലീസ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് നല്ല ഫീഡ്ബാക്സും കുറേ റെക്കമെൻഡ്സും ഉണ്ടായിരുന്നു വീണ്ടും അതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിനായിട്ട് നമ്മൾ സൺഡേസ് at 6 PM അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ സ്വീറ്റൻഡ് മിൽക്ക്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പല റെസിപ്പീസിൽ നിന്നും ഈ ഒരു ഐറ്റം അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇത് അതേസമയം കുറഞ്ഞ ചിലവിൽ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ആരും അവോയ്ഡ് ചെയ്യില്ല. എല്ലാ സ്വീറ്റ്നട്ട്സും എല്ലാ പായസത്തിനകത്തും നമ്മളിതിടും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാനിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പാല്. ഇതൊരു 500 ml പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ കിട്ടുന്നത് പാക്കറ്റ് പാലാണ്. നെക്സ്റ്റ് ഞാൻ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഒറിജിനാലിറ്റി വരും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇതിന് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു പാനിൽ പാലെടുത്ത് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളയ്ക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഇളക്കിയാൽ മതി. പക്ഷെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കരുത്. അടിക്കൊന്നും പിടിക്കാതെ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിയുടെ ഹാഫായിട്ട് കുറഞ്ഞത് തിക്കായിട്ട് വരണം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ എടുത്ത ക്വാണ്ടിറ്റിയുടെ ഹാഫായിട്ടും പിന്നെ നല്ല കളറ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല യെല്ലോയിഷ് കളറ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും സ്നാക്സോ പായസമോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനോട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി, കുറച്ച് ടൈമിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.